ഹായ്, ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കുന്നിക്കുരു നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കുന്നിക്കുരു. അപ്പോൾ കുന്നിക്കുരു എങ്ങനെയാണ്, ഏതിലാണ് ഉണ്ടാകുന്നത്? അപ്പോൾ ഒരു കാടിനകത്ത് ഞാനിപ്പോൾ നിൽക്കുകയാണ്. അപ്പോൾ ആ കുന്നിക്കുരു നിങ്ങളെ ഞാൻ കാണിക്കാം. ഇതിപ്പോൾ ഞാൻ പറിച്ച കുന്നിക്കുരു ഇതുണ്ട്. ഇത് നല്ല ക്ലീൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി കുന്നിക്കുരു. അപ്പം ഈ കുന്നിക്കുരു എവിടെയാണ് നിൽക്കുന്നത്, എങ്ങനെയാണത് വളരുന്നതെന്ന് ഞാൻ കാണിക്കാം. മുള്ളുണ്ട്, ഇതുണ്ട്. ഈ മുള്ളിനിടയ്ക്കാണ് ഈ കുന്നിക്കുരു ഉണ്ടായേക്കുന്നത്. കാണിക്കാം. ഇത് കേട്ടോ, കുന്നിക്കുരു നിൽക്കുന്നുണ്ടോ? സൂപ്പറല്ലേ? ഇതുപോലുള്ള മുള്ള് ചെടിയുടെ ഇടയിലാണ് ഈ കുന്നിക്കുരു നിൽക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ പറിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കൈയൊക്കെ ഇച്ചിരി പോകും. കാരണം ഈ മുള്ളു ചെടിയിൽ കയറി കിടക്കുകയാണ്. ഇതുണ്ടോ, ഇതുണ്ടോ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ചേ പറിച്ചുള്ളൂ. മുള്ളിങ്ങനെ വരുവാണ്. ഇതുണ്ടോ, അപ്പോൾ ഇതാണ് കുന്നിക്കുരു. കേസ് ഇനിയിപ്പം ചക്ക ആയിട്ടുണ്ട്. അപ്പം രണ്ട് ചക്ക പറിച്ച് നോക്കാം. വിളഞ്ഞ് നിൽക്കുകയാണ്. അപ്പം ഈ താഴെ വീഴാതെ പറിക്കാൻ ഇതിപ്പം നമ്മുടെ നാട്ടിലെ പോലെ വലിയ ഉയരമുള്ള പ്ലാവൊന്നുമല്ല. പ്ലാവ് വളരെ ഉയരം കുറവാണ്. ചക്കയൊക്കെ താഴെയാണ് നിൽക്കുന്നത്. ഇതുണ്ടോ, ചോട്ടിൽ നിന്ന് ചക്ക നിൽപ്പുണ്ട്. അപ്പം ഞങ്ങളിത് ഇവിടെ ഒരു വലിയ ഏണി വെച്ചിട്ടാണ് ഈ ചക്ക പറിക്കാൻ പോകുന്നത്. ഈ ഏണിയാണ്. ഈ ഏണി വെച്ചിട്ട് അതിലേക്ക് ചാരി നിന്ന് കയറി നിന്ന് പയ്യെ പിരിച്ചിങ്ങെടുക്കാം. കത്തിയുടെ ആവശ്യം പോലും ഇല്ല. പറിക്കാൻ വേണ്ടി ഇത് വെക്കുകയാണ്. അങ്ങനെ ചക്ക ഞങ്ങൾ പറിച്ചിവിടെ വെച്ച് 2 ചക്ക പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വിളഞ്ഞാന്ന് തോന്നുന്നു. കാരണം ഇതിൻ്റെ അരക്ക് ഉണ്ടോ, ഇങ്ങനെ ഒരു വെള്ളം പോലത്തെ അരക്കാണ്. ഇങ്ങനെ ഈ ഒരു പ്രായത്തിലുള്ള ചക്കയാണെങ്കിൽ ഇതുണ്ടോ, ഈ അരക്ക് ഈ പരുവാണെങ്കിൽ ചക്ക നല്ല വിളവായെന്നർത്ഥം. അപ്പോൾ ഈ 2 ചക്ക നല്ല വിളഞ്ഞു കേട്ടോ. ഒറ്റ തണ്ടയിലിരുന്നു. ഞാൻ ഒരു ചക്ക പറിക്കാനായിരുന്നു, പക്ഷേ രണ്ടും കൂടെ ഒരു തണ്ടയിരിക്കുക. ഒരെണ്ണം പറിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഒരു തണ്ടയിൽ 2 ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അത് പറിച്ചു കേട്ടോ. അത് ഒരെണ്ണം അതേ നിർത്തിയിട്ട് പറിച്ചു. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ആ ചക്ക ഇത് കേട്ടോ വളരെ മോശമായി പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു തണ്ടയിലുള്ള ചക്ക 2 ഇങ്ങ് പറിച്ചെടുത്തു. അപ്പോൾ പിന്നെ പ്രശ്നമില്ല നമുക്ക്. അപ്പം ഇതാണ് ഇന്നത്തെ ചക്ക വിശേഷം. ാണ് ഈ കുടമുല്ല എന്ന് പറയുന്നത്. കുടമുല്ല വളരെ റെയറാണ് ഈ മുല്ല. ഇതുണ്ടോ, ഇതിൻ്റെ മുല്ലയുടെ വലിപ്പം കണ്ടോ, ഭയങ്കര രസമായിട്ടുണ്ടാകും. ഇതുണ്ടോ, കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ളപ്പുടവ ഇപ്രാവശ്യം നമ്മുടെ ആപ്പിൾ ചാമ്പയിൽ നിറച്ച് ചാമ്പക്ക ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, കുഴപ്പമില്ല. ഞാനോർത്ത് ഈ വർഷം കായ്ക്കത്തില്ലായിരിക്കും. നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം എടുത്തിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. ശരിക്കും പഴുത്തിട്ടില്ല, പക്ഷെ നല്ല മധുരമുണ്ട്. നാരങ്ങ ആയി വരുന്നു. ഈ നാരകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ നാരങ്ങ ഇല്ലാത്ത ഒരു ദിവസം പോലും ഇല്ല. ഇത് പറിച്ച് തീരാറാകുമ്പോൾ അടുത്ത പോരും. എപ്പോഴും നമുക്ക് നാരങ്ങ കിട്ടും. നല്ല ഐശ്വര്യമുള്ളൊരു നാരകമാണ്. ഒരു നാരകമേ ഉള്ളൂ, പക്ഷേ കുഴപ്പമില്ല, നല്ലതായിട്ട് കായ്ക്കുന്നുണ്ട്. കേട്ടോ, നല്ല ഈ ചെമ്പരത്തിയുടെ കളർ നോക്കിയേ. എന്നാ പൂവാ അല്ലേ, നിറച്ച് പൂന്ന് നോക്കിയേ. അതുണ്ടോ,
സൂപ്പറായിട്ട് താഴെയൊക്കെയാണ് പൂത്ത് ഇങ്ങനെ കിടക്കുന്നത്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അതുപോലെ ഈ തെച്ചി ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ കുറേ പൂവുണ്ട് കേട്ടോ. ഒരു 5 കിലോ പൂവെങ്കിലും ഇതിൽ നിന്ന് ഞാൻ പറിച്ചായിരുന്നു. ഇതുണ്ടോ താഴെയൊക്കെ പൂവുണ്ട്. ഇവിടെ ഇങ്ങനെ വെള്ളം ഇതുണ്ടോ ഒന്ന് ഇതിന് ആവശ്യമുള്ള വെള്ളം ഇങ്ങനെ ഓസ് വഴി ഇട്ടേക്കുക. അതിങ്ങനെ നിറഞ്ഞ് ഇങ്ങനെ കംപ്ലീറ്റ് പോവും. അതുകൊണ്ടൊക്കെയാണ് നന്നായിട്ട് പൂക്കുന്നത്. മുരിങ്ങ പൂത്ത് നിൽക്കുന്നത് കണ്ടോ. ഇതുണ്ടോ സൂപ്പർ പൂവല്ലേ. മുരിങ്ങ പൂത്ത് നിൽക്കുക. ഇത് വലിയ സൈസ് മുരിങ്ങ കേട്ടോ. ഞാനിത് പാലായിൽ നിന്ന് നമ്മുടെ ഒരു അമ്മച്ചി തന്ന മുരിങ്ങയാണ്. മുരിങ്ങയുടെ വിത്തായിരുന്നു. അത് നന്നായിട്ട് പൂത്ത് നിൽക്കുന്നത്. ഇനി നിങ്ങളെ ഞാൻ വേറൊരു സൂത്രം കാണിക്കാവേ, നോക്കണം. ഇവിടെ ഒരു പൈനാപ്പിൾ കിടക്കുന്നു. ഇവിടെ 2 ഇങ്ങനെ നിൽക്കുന്നു. ഇനി ഒരു സൂപ്പർ പൈനാപ്പിൾ ഇവിടെ കിടക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് പഴുത്ത് നല്ല സൂപ്പറായിട്ട് കിടക്കുകയാണ്. നമുക്ക് എടുക്കാം. ഇതുണ്ട്, ഞാൻ തന്നെ എടുക്കാം. ഇതാണ് അടിപൊളി പൈനാപ്പിളല്ലേ. ഒടിച്ച് അതിൻ്റെ ഭാരം കൊണ്ട് അത് ഒടിഞ്ഞ് കിടക്കുമായിരുന്നു. നല്ലതായിട്ട് പഴുത്തത് സൂപ്പറല്ലേ. പൈനാപ്പിളല്ലേ, എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ. കോഴി എന്താ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നേ? നോക്കിയാലോ. എന്നാ മോനെ, ഡോങ്കു സിറ്റ് സിറ്റ്. അയ്യോ, എൻ്റെ മുട്ടത്തലയിലിപ്പം മുട്ടത്തലയെല്ലാം കൂടെ പൊട്ടിയാനിപ്പം. അത് ഈ നിലത്ത് തന്നെയല്ലേ ഈ മാങ്ങ നിൽക്കുന്നത്, അതുകൊണ്ടാണ്. ഇതുകൊണ്ടോ വന്ന ഒറ്റ ഇടി എൻ്റെ തലയിലേക്ക്. അയ്യോ, അതൊക്കെ தேங்காய்ங்க நாய் வந்து அந்த பக்கத்து வழி பண்ணி பையன் வந்துச்சு. தண்ணி எங்கே இருக்குது? കുറേ കോഴിമുട്ടയാണ് കേട്ടോ. കവറില്ലാത്തതുകൊണ്ട് കവറിനകത്ത് വെച്ചേക്കാം.